ചവറയിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. IREL 1 കോടി രൂപ വിനിയോഗിച്ച് കരുത്തുറയിൽ നിർമ്മിച്ച സെവൻസ് ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IRE ഏറ്റെടുത്ത ഭൂമി 3 മാസത്തിനകം 50 വീട്ടുകാർക്ക് തിരിച്ചു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പുതുതലമുറയ്ക്കായി ചവറയിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. IREL 1 കോടി രൂപ വിനിയോഗിച്ച് തീരദേശത്ത് കരുത്തുറയിൽ നിർമ്മിച്ച സെവൻസ് ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫുട്ബോൾ, ക്രിക്കറ്റ്, നീന്തൽ തുടങ്ങിയവയിൽ പരിശീലനം നൽകും. പുതിയ ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ അടുത്ത ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകും. കോവിൽത്തോട്ടം ലൈറ്റ് ഹൗസ് മുതൽ വെള്ളനാതുരുത്ത് വരെ 4.9 കിലോമീറ്റർ ദൂരത്തിൽ സൈക്കിൾ ട്രാക്ക് ആൻഡ് വാക്ക് വേ സ്ഥാപിക്കും. ഖനനത്തിനായി IRE ഏറ്റെടുത്ത ഭൂമി 3 മാസത്തിനകം 50 വീട്ടുകാർക്ക് തിരിച്ചു നൽകാമെന്നും മാർച്ചിനകം ശേഷിക്കുന്ന 106 പേർക്കും തിരിച്ചു നൽകാമെന്നും IRE അറിയിച്ചിട്ടുണ്ട്. തീരുമാനത്തിൽ മാറ്റമുണ്ടായാൽ IREയോടുള്ള നിലപാടിൽ മാറ്റം വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഏറ്റവും പ്രയോജനപ്രദമായി മാറിയ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഫൗണ്ടേഷൻ ആശുപത്രി, അതിനുശേഷം വൈകിട്ട് കരുത്തറയിൽ ഉള്ള ഫുട്ബോൾ ക്ലബ്. ഞാൻ CK വിനീതിനെ വിളിക്കണം എന്ന് പറഞ്ഞത് കേരളത്തിൽ മലപ്പുറവും മലബാറുമാണ് ഫുട്ബോൾ ഭ്രാന്തുള്ള പ്രദേശം എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അത് കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ഇത്രയധികം ഫുട്ബോൾ ഭ്രാന്തുള്ള ഒരു പ്രദേശം കരുത്തറ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ ഈ കാലയളവിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ ഒരാളുടെ വരണം എന്ന് ആഗ്രഹിച്ചു. ഇത് IRE ഇപ്പോൾ ടർഫിട്ട് തന്നിട്ടുണ്ട്, അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുകൂടാതെ ഇതിൻ്റെ മെയിൻ്റനൻസ് അടക്കം ഇട്ടത് കൊണ്ട് തീർന്നില്ല. ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഉത്തരവാദിത്വം IRE ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നാമാവിശേഷമായി പോകും എന്നുള്ളത് ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ചവറയിൽ ചെയ്യാൻ പോകുന്ന പ്രകടന പത്രികയുടെ ഭാഗമായി ഒരു സ്പോർട്സ് അക്കാഡമിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഒരുപക്ഷെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായേക്കാം, ചിലപ്പോൾ അടുത്ത ബഡ്ജറ്റിലാവും. എന്താണേലും സകലസൗകര്യം നിശ്ചയിച്ചുകൊണ്ട് ഫുട്ബോളും നീന്തലും ക്രിക്കറ്റുമെല്ലാം അടങ്ങുന്ന പുതിയ തലമുറയെ അതിനെ പരിശീലിപ്പിച്ച് ഉന്നത തലത്തിലേക്ക് എത്തിക്കുന്ന നിലയിലൊരു സംവിധാനം ചവറയിലുണ്ടാകും. ഞാൻ ശ്രീ വിനീതുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനൊരു ടർഫ് തന്നെ അതിന് അനുയോജ്യമാണ്. ഇനിയും ബാക്കി അതിനോടനുബന്ധമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ് സൃഷ്ടിക്കേണ്ടത്. NK പ്രേമചന്ദ്രൻ MP പ്രഭാഷണം നടത്തി. IRE ലിമിറ്റഡ് എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സാമൂഹ്യ ഉത്തരവാദിത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ, ചവറ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇന്ന് ഏതാണ്ട് 2 കോടിയോളം രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ തൊട്ടപ്പുറത്ത് നീണ്ടകരയിലെ ഫൗണ്ടേഷൻ ആശുപത്രിയിൽ 7 ഡയാലിസിസ് മെഷീൻ ഉൾപ്പെടെയുള്ള 1 കോടിയോളം രൂപ ചെലവ് വരുന്ന ഒരു ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നിർവഹിച്ചു. വൈകുന്നേരം കായിക മേഖലയുടെ പ്രചോദനത്തിന് പര്യാപ്തമായ ഏറ്റവും മനോഹരമായ അത്യന്താധുനികമായ സാങ്കേതിക സംവിധാനങ്ങളുടെ പിൻബലത്തോടുകൂടി രൂപകൽപ്പന ചെയ്ത് അസാപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ സമർപ്പണം കരുത്തറ നിവാസികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ചടങ്ങ്. ആ ചടങ്ങിൽ നിങ്ങളോടൊപ്പം തന്നെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം, ചാരിതാർത്ഥ്യം ആദ്യമായി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുക. IRE ഹെഡ് NS അജിത്ത് മുഖ്യാതിഥിയായി. അസാപ്പ് കേരള ചെയർമാനും MD-യുമായ ഡോക്ടർ ഉഷ ടൈറ്റസ് പദ്ധതി വിശദീകരണം നടത്തി. ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗം CK വിനീത് കിക്ക് ഓഫ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാദേവി അധ്യക്ഷത വഹിച്ചു. ഷംല നൌഷാദ്, I ജയലക്ഷ്മി, R ജിജി, M സുശീല, A ബെന്നി, IRE ഡെപ്യൂട്ടി മാനേജർ KS ഭക്തദർശൻ, കരിത്തുറ ഇടവക വികാരി ഫാദർ സേവ്യർ ലാസർ, ജസ്റ്റിൻ ജോൺ, A സേവ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.